മലയാളികൾ ഏക പ്രതീക്ഷയോട് കാത്തിരുന്ന് ബുക്ക് മൈ ഷോയിൽ പ്രീസെയിലൂടെ തന്നെ ഇഷ്ടംപോലെ റെക്കോർഡുകൾ തകർത്ത് എമ്പുരാൻ റിലീസായി. സിനിമയെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു ലെവൽ വന്നോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയണം. കാരണം ഇപ്പം സിനിമയുടെ തുടക്കത്തിലുള്ള മേക്കിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ ഒരു ഇൻ്റർനാഷണൽ ലെവൽ മേക്കിംഗ് ആയിരുന്നു. ഒരു ഇംഗ്ലീഷ് പടം കാണുന്നൊരു സെറ്റപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. സ്ക്രിപ്റ്റ് വൈസ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് പാർട്ട് ആ ഒരു ലെവലിലുള്ള സ്ക്രിപ്റ്റേ ഉള്ളൂ. ആ സ്ക്രിപ്റ്റാണ് ആവശ്യമില്ലാതെ ഇത്ര ഇലാബറേറ്റ് ചെയ്ത് വലിയൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയാക്കാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത്. അതാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ്. പിന്നെ കുറേ രാജ്യങ്ങളും കുറേ വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പോയി. 50 മിനിറ്റിന് ശേഷമാണ് മോഹൻലാലിൻ്റെ എൻട്രി തന്നെ വരുന്നത്. മോഹൻലാലിൻ്റെ ഇൻട്രോയും അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ സീൻസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലുള്ള ഒരു ട്രീ ഫൈറ്റ് സീനുണ്ട്, അതാണ് ഏറ്റവും ഗംഭീരമായിട്ട് ഈ സിനിമ വന്നിരിക്കുന്ന ഒരു ആക്ഷൻ സീക്വൻസ്. പിന്നെ പൃഥ്വിരാജിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലൊക്കെ വളരെ നൈസായിട്ട് തന്നെ പോയത്. പിന്നീട് വരുമ്പോഴത്തേക്കും ഒരു സ്ക്രിപ്റ്റിന് ബലമില്ലാത്തതുകൊണ്ട് തന്നെ ഒരു ചേർച്ചയില്ലാത്ത കുറേ സീൻസും പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് ഫൈറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശോകമായിരുന്നു. ആ സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ സിനിമയുടെ ആ ഒരു ലെവലേ ഇല്ലാതാക്കുന്ന രീതിയിലുള്ളൊരു ക്ലൈമാക്സ് ഫൈറ്റ് സീക്വൻസ് ആയിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ ഇതിനകത്ത് വില്ലന്മാരുടെ കാര്യങ്ങൾ, വില്ലന്മാർക്ക് ഒട്ടും തന്നെ പവറില്ല. ടൊവിനോ ആണെങ്കിലും ശരി, അഭിമന്യു സിംഗ് ആണെങ്കിലും ശരി, അവർ വരുന്നു, കുറേ ബഹളം ഉണ്ടാക്കുന്നു, പോകുന്നു. ഇപ്പോൾ ടൊവിനോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞു പിള്ളേർ വന്ന് അമ്മമാരോട് പരാതി പറയുന്ന പോലെ ഈ മഞ്ജുവാരോട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചേച്ചി എന്നാ ചെയ്തതെന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ ഒരു പവർഫുൾ സീൻ പോലും അദ്ദേഹത്തിനില്ല. പിന്നെ അഭിമന്യു സിംഗ് ആണെങ്കിലും ശരി, എന്തൊക്കെയോ കാണിക്കുന്നു, കണ്ടു കഴിഞ്ഞാൽ വലിയ കടാകടിയനൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുന്നൊരു ഫീലൊക്കെ ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് അദ്ദേഹത്തിനൊന്നും ചെയ്യാനില്ല. ചുമ്മാ വന്നു ബഹളം ഉണ്ടാക്കുന്നു, പോകുന്നു, ആ രീതിക്കാണ് പോകുന്നു. പൃഥ്വിരാജ് ഇടയ്ക്ക് പൃഥ്വിരാജിൻ്റെ ഇൻട്രോ കാണിക്കുന്നുണ്ട്, അത് മാത്രം അത്യാവശ്യം ബെറ്ററായിരുന്നു. പക്ഷേ ലാസ്റ്റ് വന്നിട്ടുള്ള പൃഥ്വിരാജിൻ്റെ ഫൈറ്റ് സീൻസൊക്കെ ഭയങ്കര ശോകമായിരുന്നു. മോഹൻലാലും പൃഥ്വിരാജും കൂടെ ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യുമ്പം ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ പുള്ളിക്ക് നല്ല ഫിറ്റ്നസ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ചാടി ഒക്കെ പുള്ളിക്ക് ഫൈറ്റ് ചെയ്യാം, പക്ഷേ നമുക്ക് ആ ഒരു പവർ ഫീൽ ചെയ്യത്തില്ല. അതേസമയത്ത് മോഹൻലാലിൻ്റെ കേസ് എടുക്കുമ്പോൾ പുള്ളിക്ക് ഇപ്പോൾ ചാടി ഫൈറ്റ് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ഇല്ലെങ്കിലും പുള്ളി ചെറുതായിട്ട് ചെയ്യുമ്പോഴത്തേക്കാണെങ്കിലും നമുക്കൊരു പവർ കിട്ടും. ഇവർ രണ്ടുപേരും കൂടെ ചേരുമ്പോൾ രണ്ടുപേർക്കും ഒരു സിങ്ക് ഇല്ലാത്ത രീതിയിലാണ് ഫൈറ്റ് പോകുന്നത്. പിന്നെ സിങ്ക് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ സീൻസൊക്കെ ഇങ്ങനെ കാലൊരുപോലെ പൊക്കുന്നു, അങ്ങനത്തെ കുറേ സീൻസൊക്കെ കാണിക്കുന്നുണ്ട്, അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ടൈലൻ്റ് സീനാണെങ്കിലും പ്രത്യേകിച്ച് ഒരു ഹൈ മൂമെൻറ്റും തരാത്ത രീതിയിൽ ഒരു ടൈലൻ്റ് സീനോടുകൂടി പടം നിർത്തുക. L3 ലൂസിഫർ 3ലേക്ക് പോകുന്നു എന്നുള്ള രീതിയിൽ നിർത്തുന്നു. അതൊക്കെയാണ്. പിന്നെ ഇപ്പം സുരാജിൻ്റെ റോളാണെങ്കിലും അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ടെങ്കിലും അവർക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ കിട്ടാത്ത രീതിയിലാണ് സിനിമ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നാഗമൊത്തത്തിൽ പറയുകയാണെങ്കിൽ മേക്കിംഗ് വൈസ് ഓക്കെയാണ്, പക്ഷേ സീൻ ബൈ സീൻ എന്തൊക്കെയോ പൊരുത്തക്കേടുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നു. പിന്നെ മഞ്ജു വാര്യരെ നമുക്ക് വേണമെങ്കിൽ പറയാം, കാരണം ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല മഞ്ജു വാര്യർക്ക് ഇത്രയെങ്കിലും പവറുള്ളൊരു റോള് കിട്ടുമെന്ന്. സിനിമ വൈസ് നോക്കിയ ടൊവിനോയേക്കാളൊക്കെ ബെറ്റർ ആയിട്ടുള്ള റോള് മഞ്ജു വാര്യർക്ക് കിട്ടി. അത് സിനിമയുടെ ഒരു പോസിറ്റീവാണ്. പ്രത്യേകിച്ച് ഹൈ മൂമെൻറ്റ്സ് ഒന്നോ രണ്ടോ ഹൈ മൂമെൻറ്റ്സ് ഉണ്ട്, ബാക്കിയെല്ലാം ഇച്ചിരി ലോ ആയിട്ടാണ് പോകുന്നത്. മേക്കിംഗ് വൈസ് കൊള്ളാമെങ്കിലും സ്ക്രിപ്റ്റ് വൈസ് പ്രത്യേകിച്ച് ഒന്നും തന്നെ സിനിമ ഡിമാൻഡ് ചെയ്യുന്നില്ല. ലൂസിഫർ പോലെ എടുത്ത് തീർക്കേണ്ട ഒരു സ്ക്രിപ്റ്റ് എമ്പുരാൻ പോലെ വലിയ ക്യാൻവാസിൽ ആവശ്യമില്ലാതെ എലാബറേറ്റ് ചെയ്ത് എടുത്ത് കുളവാക്കിയെന്ന് വേണേൽ പറയാം.